രാവിലത്തെ ചായൻ്റെ കടിക്ക് വേണ്ടി കാരണം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണ് കേട്ടോ ഈ അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ച് കലക്കി പാർന്ന അപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അരിയൊക്കെ അരച്ച ശേഷം വെണ്ണൂറൊക്കെ കോരി ഇപ്പോൾ കൂട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ തേച്ച് ഓരോ അപ്പങ്ങൾ ഇങ്ങനെ പാർന്നെടുക്കുന്നുണ്ട് കേട്ടോ. അത് പാർന്നെടുത്ത് കഴിയുമ്പോഴത്തേന് ഞാൻ സോയാബീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു, കുട്ടിക്ക് സ്കൂൾക്ക് പോകാൻ കൂട്ടുണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അപ്പം പാരൽ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞോട് കൂടി എനിക്ക് ഈ സോയാബീൻ മസാല തിരുമ്പി വെച്ചാൽ നമുക്ക് അല്ലറ ചില്ലറ പണികൾ കഴിയുമ്പോഴത്തേന് ആ സോയാബീൻ അവിടെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ അവിടെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞോളും ചെറിയ തീയിലിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ പെറുക്കി പുറത്തേക്ക് വെച്ചങ്ങാണ്ട് വീതിനെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മീൻകാരൻ വന്നപ്പോൾ സൂതമീനും അതിൽ 3-4 മുള്ളൻ മീനും കൂടി മൂപ്പര് പെറുക്കിയിട്ടീന് കേട്ടോ. വെള്ളം തിളച്ച ശേഷം അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാൻ ഇറങ്ങിയത്. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴത്തേന് ചോറ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഊറ്റി അതിൽ 3-5 മുള്ളൻ മീനും മുളകിൽ ഉപ്പ് നിറച്ചങ്ങാണ്ട് അതും പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ പരിപാടി ആയതുകൊണ്ട് തക്കാളിയും കൂടിയാണ് കടുക് വറുത്തതിട്ട് ഇന്നത്തെ അടുപ്പത്തെ പണിയാണ്ട് ഞാൻ അവസാനിപ്പിച്ചു.